കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനല് അവരുടെ ലൈവ് തോണിൽ സിബിൽ സ്കോർ ഒരുപാട് പേരുടെ ജീവിതം തകർക്കുന്നു, ബിസിനസ്സുകൾ തകർക്കുന്നു, ലോണുകൾ കിട്ടുന്നില്ല, ജീവനക്കാർക്ക് ലോണുകൾ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ ഒരു ലൈവ് തോൺ ഉണ്ടായിരുന്നു. അത് സിബിൽ സ്കോറിനെ സംബന്ധിച്ചാണ്. റിപ്പോർട്ടർ ചാനൽ പറയുന്നത് സിബിൽ ഇല്ലെങ്കിൽ ലൈഫ് ഇല്ല എന്നാണ്. പ്രേക്ഷകരെ, ഒരു 3 അക്ക സംഖ്യയിൽ സിബിൽ സ്കോറിൽ തകരുകയാണ് ജീവിതങ്ങൾ. ലോൺ എടുക്കാൻ ചെന്നാൽ സിബിൽ സ്കോർ വെല്ലുവിളിയാകുന്നു. ആത്മഹത്യയിലെത്തുന്നവരുടെ ജീവിതങ്ങളും നമ്മൾ കണ്ടു. പലിശക്കാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയും ജപ്തിയും വാർത്തയിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ ഇന്ന് റിപ്പോർട്ടർ എത്തിക്കുകയായിരുന്നു. ഓരോ മനുഷ്യരും അവർ നേരിട്ട ദുരിത കഥകൾ റിപ്പോർട്ടറിനോട് പങ്കുവയ്ക്കുകയായിരുന്നു. ഓരോ അറ്റവും കൂട്ടിമുട്ടിക്കാൻ നടക്കുന്ന മനുഷ്യരെ കുടുക്കുന്ന ആ 3 അക്ക സംഖ്യ സിബിൽ സ്കോർ എന്ന വെല്ലുവിളിയെ തുറന്നു കാട്ടുകയാണ് ഈ മണിക്കൂറിലും റിപ്പോർട്ടർ ലൈവ് തോൺ തുടരുകയാണ്. സിബിൽ ഇല്ലേ ലൈഫില്ല. നമുക്ക് സിബിൽ സ്കോർ എന്താണ് എന്നൊന്ന് നോക്കേണ്ടതുണ്ട്. സിബിൽ സ്കോർ നല്ലതാണോ, സിബിൽ സ്കോർ മോശമാണോ എന്ന് ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. 2000-ലാണ് ഈ സിബിൽ സ്കോർ ഇംപ്ലിമെന്റ് ചെയ്തത് സെൻട്രൽ ഗവൺമെന്റ്. അത് ആദ്യമൊക്കെ അതത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. ഇപ്പം വീണ്ടും അത് വളരെ സജീവമായിട്ട് കുറേ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സിബിൽ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പലപ്പോഴും ലോണുകൾ കിട്ടുന്നത്, ക്രെഡിറ്റുകൾ കിട്ടുന്നത്, നമ്മളുടെ ഒരു കപ്പാസിറ്റി, ഫിനാൻഷ്യൽ കപ്പാസിറ്റി പ്രൂവ് ചെയ്യപ്പെടുന്നത്. ആക്ച്വലി ഇത് കോവിഡിന് ശേഷമാണ് എല്ലാവർക്കും ഇങ്ങനെ ലോൺ കിട്ടാത്ത അവസ്ഥ വന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്താണ് സിബിൽ സ്കോർ? നമ്മളുടെ പെർമനന്റ് ബിസിനസ്സിനെ, പെർമനന്റ് ഇൻകത്തെ അടിസ്ഥാനമാക്കിയുള്ള, നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻസിനെ അടിസ്ഥാനമാക്കിയുള്ള നമ്മളുടെ ഒരു ക്രെഡിറ്റ് സ്കോർ സിസ്റ്റമാണത്. ഏതാണ്ട് 300 മുതൽ 900 വരെയുള്ള നമ്പറിനെ അടിസ്ഥാനമാക്കി അതിലാണ് ആ സ്കോറുകൾ ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 650 സ്കോർ വരികയാണെങ്കിൽ ഗുഡും, ഒരു 750 വരുവാണെങ്കിൽ ആവറേജ് 900-അടുത്ത് വന്നതിന് എക്സലൻ്റ് ആയിട്ട് ആണ് ആ സിബിൽ സ്കോർ നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഈ സിബിൽ സ്കോറിൽ തന്നെ അതൊരു ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റിയാണ്. ഒരാളുടെ പെർമനന്റ് ഇൻകത്തെ അടിസ്ഥാനമാക്കി, അദ്ദേഹം എങ്ങനെയാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടബിലിറ്റി പ്രൂവ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ആക്ച്വലി നമുക്ക് ഈ ക്രെഡിറ്റ് സ്കോർ സംവിധാനം അല്ലെങ്കിൽ ഈ സിബിൽ സ്കോർ സംവിധാനം നമുക്ക് ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ റെഗുലേഷൻസ് കൊണ്ടുവരുന്ന സംവിധാനമാണ്. ജീവിതത്തിൽ ആവശ്യമായ സാമ്പത്തിക ആവശ്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ വരുമാനം, നമ്മുടെ ചെലവും നമ്മുടെ വരുമാനത്തെയും ഒരുപോലെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ നമ്മളെ റെഗുലേറ്റ് ചെയ്യുന്ന, നമുക്കൊരു മാർഗനിർദ്ദേശം തരുന്ന ഒരു ഗൈഡ് ലൈൻ